ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്സ മസാലപ്പൊടിയുടെ ഒരു റെസിപ്പി ഇടാന്നുള്ളത്. നമ്മൾ കപ്സ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ കപ്സ മസാല റെസിപ്പി ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ പച്ചമല്ലി, അതുപോലെ തന്നെ ഷാജീരകം, ചെറിയ ജീരകം, ഉണക്കമുളക്, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ കുരുമുളക്, പട്ട, മാഗി ക്യൂബ്, അത് പിന്നെ ഒരു ചെറിയ ഫ്ലവറിൻ്റെ എന്തോ ഇതളുകളാട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ കപ്സ മസാലയിൽ ചേർത്തുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം പാൻ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിൽ പച്ചമല്ലി, അതുപോലെ തന്നെ ഉണക്കമുളക്, പട്ട, ഇതാണ് ആദ്യം നമ്മൾ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിതിൽ മാഗി ക്യൂബ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗി ക്യൂബ് ചേർക്കുന്നത്. അങ്ങനെ ഇത് നന്നായിട്ട് വറുത്ത് നല്ല ഫൈൻ പൗഡറിൽ നമുക്ക് കിട്ടണത്. അങ്ങനെ നന്നായിട്ട് നല്ലപോലെ ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊരു ഫൈൻ പൗഡർ പോലെ നമുക്കിത് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതേ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്സ മസാല റെഡി ആയിട്ടുണ്ട്.